ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ഫാമിലി ആയിട്ട് ചെറിയൊരു ട്രിപ്പ് പോവാണ് വട്ടവടയ്ക്ക്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഇനി നമുക്ക് വഴിയെ കാണാം. ടാറ്റാ. അപ്പോൾ നമ്മൾ പോകാനുള്ള ലഗേജസ് ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും റെഡി ആയി നിൽക്കുന്നു. എല്ലാവരും ഒരു ഹായ് കൊടുത്തേ. ഹായ്. അങ്ങനെ എല്ലാവരും വണ്ടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടേനെ പറ്റി പറയാനുള്ളത് ആന ഓടിച്ചാൽ ചെറുതടി കൊണ്ടുക. സന്ധ്യ പൂത്തതെവിടെ നമ്മളങ്ങനെ മൂന്നാർ എത്തിയിട്ടുണ്ട്. തേയിലത്തോട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ മൂന്നാർ എത്തിയെന്ന്. അങ്ങനെ നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി, കാരണം ഫുഡ് കഴിക്കാനുള്ളത് കൊണ്ടിട്ട് വണ്ടി സൈഡാക്കി. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടായിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. കാരണം സെക്കൻഡ് ഡേ നമ്മൾ ഫുൾ പുറത്തുനിന്ന് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഡേ ഫുൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകുന്നുണ്ട്. രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ കരുതി എന്ന് വെച്ചാൽ പാത്രത്തിലാക്കി വണ്ടി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് നമുക്ക് ചിക്കൻ കറി മോര് വെച്ചത്, പിന്നെ രമണിയമ്മയുടെ ഒരു കിടിലൻ ഇഞ്ചിപ്പുളിക്കറി ഉണ്ടായിരുന്നു. പിന്നെ തലേ ദിവസം ഓണായതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് കറികളുണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് പിന്നെ നേരെ ഒറ്റടിക്ക് വിട്ടു വട്ടവടയ്ക്ക്. ഇതാണ് കാണുന്നത് നമ്മുടെ വട്ടവട ഗ്രാമമാണ് നിങ്ങൾ ഈ കാണുന്നത്. വട്ടവട ഗ്രാമത്തിൽ നിന്ന് ഇനിയുണ്ട് കുറച്ച് നമ്മുടെ റിസോർട്ടിലേക്ക്. ഒരു കുന്നിൻ്റെ മേലാണ് നമ്മുടെ റിസോർട്ട് വന്നിട്ട്. അപ്പോൾ വഴി ഇത്തിരി മോശമായിരുന്നു. കുടുങ്ങി ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ്, നമ്മൾ ട്രെക്കിങ്ങിന് പോണ പോലത്തെ ഒരു ഫീലായിരുന്നു റിസോർട്ടിലെത്തിയപ്പോൾ. എല്ലാവരുടെയും നടുവൊക്കെ ഒടിഞ്ഞ് ഏകദേശം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്, റിസോർട്ടിൻ്റെ എൻട്രൻസ് ഇതാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ റിസോർട്ട് കണ്ടപ്പോൾ ഒരു മനസ്സിലൊരു ആശ്വാസമായിരുന്നു. കാരണം പൊളി റിസോർട്ടാണ്, നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എനിക്ക് അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായില്ല. ഫുൾ വണ്ടിയിൽ തന്നെ നമ്മുടെ റിസോർട്ടിലെത്തി. എന്താണ് സാഹസികമായ യാത്രയ്ക്ക് ശേഷം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന്. എനിക്കിവിടെ ഈ ഒരു വ്യൂ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും. ബാക്കി ഇനി പയ്യെ ഇനി നമ്മൾ നമ്മുടെ റൂമിന്റെ അങ്ങോട്ട് പോണേണ്. ഇപ്പൊ നമ്മളിവിടെ വന്ന് ഇറങ്ങിയുള്ളൂ. മൊത്തത്തിൽ ടയർഡ് കണ്ടാ എന്റെ മുഖമൊക്കെ കണ്ടു. രാവിലെ കണ്ട എന്നെ അല്ല ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നമ്മൾ പോണ വഴിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ വെറൈറ്റീസ് ഓഫ് മരങ്ങളും ചെടികളൊക്കെ ഉണ്ട്. കാണാൻ പറ്റാത്ത ടൈപ്പ് പൂക്കളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ നാട്ടിലുണ്ടാവണ പോലത്തെ പൂക്കളല്ല ഞാൻ അവിടെ കണ്ടത്. കുറേ വെറൈറ്റീസ് ഓഫ് പൂക്കളുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ പോലത്തെ സീനറി ആയിരുന്നു. മെയിനായിട്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാമബിൾ റീൽസ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റീൽസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ട് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ബോറടിക്കില്ല, കാരണം അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പാർക്ക് ഉണ്ട്. പിന്നെ കിഡ്സിന് വേണ്ടിയിട്ട് പൂളുണ്ട്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന മലയുണ്ടല്ലോ, അത് നമ്മൾ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മലയുടെ വ്യൂ കാണാം. പക്ഷെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ആ മലയുടെ അവിടെ മഞ്ഞൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഈ റിസോർട്ട് പണിതേക്കണതും ആ വേ ഓഫ് സ്റ്റൈൽ, അവരുടെ ആ ഒരു ബിൽഡിങ്സ് ഒക്കെ കാണാനും ഒരു പ്രത്യേക രസമായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞാണ്ടോ, കിഡ്സിനൊക്കെ കുറേ പ്ലേ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ വലിയ ആൾക്കാർക്കാണെങ്കിൽ ജിമ്മുണ്ട്, ആക്ടിവിറ്റി ഏരിയാസ് ഉണ്ട്. കുറേ ആക്ടിവിറ്റീസ് അവിടെ തന്നെ ഉണ്ട്. എനിക്ക് ടൈം കിട്ടിയില്ല, നമ്മളവിടെ എത്തിയപ്പോൾ ലേറ്റായി. 11 മണിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട ഞങ്ങളായിരുന്നു 4 മണിയായി ചെക്ക് ഇൻ ചെയ്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടായി. നമുക്ക് എല്ലായിടത്തും കയറി അങ്ങോട്ട് നിരങ്ങാൻ പറ്റിയില്ല. പൂളിലാണ് ഞങ്ങൾക്ക് ആകെ പൂളിലും പിന്നെ ആക്ടിവിറ്റി ഏരിയയിലും മാത്രമേ പോകാൻ പറ്റുള്ളൂ. ജിമ്മിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ലഗേജസ് ഒക്കെ ഇവരുടേതായ വണ്ടിയിൽ തന്നെ കൊണ്ടുവന്ന് തരും. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്കിനി അകത്ത് കയറിയിട്ട് കാണാം. രമണമ്മ ഇവിടെ പൂക്കളൊക്കെ കണ്ട് അത് ചേച്ചി നൈസായിട്ട് പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന പ്ലാനാണ്. ഇതാണ് നമ്മുടെ കോട്ടേജ്, നമ്മുടെ റൂം. ഇതാണ് പട്ടി വന്നപ്പോ പിടിച്ച് അവരാ റൂം എടുത്ത്. ഹലോ. അപ്പൊ നമ്മള് ഇതിന്റെ അകത്തേക്ക് കേറി. ഇതാണ് നമ്മുടെ കോട്ടേജ്. ഇത് ഇവിടെ മറ്റേ ഫയറൊക്കെ ഉണ്ടാവും കേട്ടോ, മറ്റേ ഇൻഗോസ്റ്റേഴ്സിനെ പോലെ ഫയറൊക്കെ ഇടായിരുന്നു. തൽക്കാലത്തേക്കില്ല. ഇതാണ് നമ്മുടെ റൂം. നല്ല റൂമാണ് കണ്ട, വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ. ഞങ്ങളുടെ ബാഗ് വെച്ച് വന്നപ്പോഴത്തേക്ക് ഇടാൻ പോയിട്ടുണ്ടെങ്കിലും സാധനം ജനലോർന്നേട്ടാ
ജനൽ തുറന്നാൽ ഇതെങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇല്ല. അയ്യോ അങ്ങനെയില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം. നൈസ് റൂം അല്ലേ, നല്ല വൃത്തിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ടി വി ഉണ്ട്, ടി വി കാണാം. ഇത് ബാത്റൂം, റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിങ്ങനെ റെസ്റ്റ് ഒക്കെ എടുക്കാം. ഹലോ, തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ ചെന്ന ഉടനെ തന്നെ ഡ്രസ്സൊക്കെ മാറി നേരെ പൂളിലേക്ക് എടുത്ത് ചാടി. കാരണം നമുക്ക് അവിടെ 7 മണി വരെ SS ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള നമ്മൾ കയറണം. അതിൻ്റെ അകത്ത് കയറണം നിർബന്ധമില്ല, ഞങ്ങളുടെ നിർബന്ധത്തിൽ ഞങ്ങൾ ചാടിയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ടായി വെള്ളത്തിന്. തിരിച്ച് കയറി കഴിഞ്ഞപ്പോൾ അതിലും ട്വിസ്റ്റ്. കാരണം വെള്ളത്തിൻ്റെ തണുപ്പ് പ്ലസ് പുറമേയുള്ള മഞ്ഞിൻ്റെ തണുപ്പ് പ്ലസ് കാറ്റ്, ഇതെല്ലാം കൂടെ കയറി മൊത്തത്തിൽ വിറച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ അമ്മ നമുക്ക് കാപ്പി ഇട്ട് തരികയാണ്, ഈ വിറവലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. കാപ്പി ഇടാനുള്ള ഫെസിലിറ്റി നമുക്ക് റൂമിൽ തന്നെ ഉണ്ടായി. അപ്പോൾ അമ്മ കാപ്പി ഇട്ട് എല്ലാവർക്കും കൊടുത്തു. സത്യത്തിൽ കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോൾ വൻ ആശ്വാസമായിരുന്നു. കാരണം തണുപ്പിൻ്റെ കൂടെ ചൂട് കയറിയപ്പോൾ ഒരു പ്രത്യേക ഒരു ആശ്വാസമായിരുന്നു. ഹലോ ഗൈസ്, ഞങ്ങൾ വീണ്ടും എത്തി. ഞങ്ങൾ പൂളിലൊക്കെ കുളിച്ച് നല്ല നല്ല തണുപ്പുണ്ട്. ഞങ്ങള് കണ്ണൊക്കെ കൂട്ടിയിടിക്കുന്നുണ്ട്. ഞങ്ങള് ക്യാമ്പ് ഫയർ നടത്തുന്ന സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അമ്മക്ക് ഫുൾ എനർജിയാണ്, എനർജി പവറാണ്. ഞങ്ങളെക്കാട്ടി എനർജിയാണ് അമ്മക്ക്. ഞങ്ങളങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ പോവാം. ഇവിടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡിന്നർ കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഡിന്നർ സ്പെഷ്യൽ ഡിഷസ് എന്ന് നോക്കാം. ആദ്യം കാണുന്നതാണ് ഗ്രീൻ ചിക്കൻ കറി, അതായത് മലയാളത്തിൽ പറഞ്ഞ പച്ച കളർ ചിക്കൻ കറി. ഓക്കെ, പിന്നെ ഇതാണ് ഗോബി മഞ്ചൂരിയൻ. ഗോബി മഞ്ചൂരിയൻ ബോസ് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇതാണ് ദാൽ കറി. ഇത് നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ട് എന്തോ ഒരു പ്രത്യേക ടൈപ്പ് കറിയാണ്. ഞാൻ കഴിച്ചില്ല, എനിക്ക് ഇഷ്ടമായില്ലെന്നല്ല, വഴുതനങ്ങ പൊതുവെ എനിക്ക് ഇഷ്ടമല്ല. ഇത് നമ്മുടെ നെയ്ച്ചോറ്, ജീര റൈസ് വെച്ചിട്ടുള്ള നെയ്ച്ചോറ്. പിന്നെ ഇത് ഫ്രൈഡ് റൈസ്, അതും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. തീരുന്ന അനുസരിച്ച് ഇവർ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. അവരിടക്കിടക്ക് വന്ന് നോക്കും ആ സാധനം ഉണ്ടാന്ന്. സാധനം തീരണയാണെങ്കിൽ അവർ വന്നിട്ട് റീഫിൽ ചെയ്യും. ഇത് ചിക്കൻ ഗോബി 65ഉം ചിക്കൻ 65ഉം ആയിരുന്നു. പൊറോട്ടയുണ്ട്, ചപ്പാത്തിയുണ്ട്, സാലഡുണ്ട്, വെജിറ്റബിൾ സാലഡാണ്. പിന്നെ സൂപ്പുണ്ട്. അപ്പോൾ ഇത്രയും ഡിഷസാണ് അപ്പോൾ നമുക്ക് ഡിന്നറായിട്ട് കഴിക്കാനുള്ളത്. അപ്പോൾ ഇനി ഇവിടുത്തെ ഫുഡ് എന്ന് പറയാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒന്നും മോശം എന്ന് പറയാനുണ്ടായില്ല, എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ മഞ്ചൂരിയൻ ഇല്ലേ, ചിക്കൻ മഞ്ചൂരിയൻ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായി ഫ്രൈഡ് റൈസിൻ്റെ കൂടെ. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം. എല്ലാവരും കഴിച്ചോണ്ടിരിക്കാം. നല്ല തണുപ്പുണ്ട്, അതാണ് സ്വെറ്ററൊക്കെ ഇട്ട് യോയോ ആയിട്ട് ഇരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് തുടങ്ങി. ഡാൻസ്, പാട്ട്, പിന്നെ ഞങ്ങളുടെ മെയിൻ ഗെയിമായ ദംഷറാട്സിൻ്റെ മെയിൻ ഫൗൾ ഗെയിമറാണ് ഈ കാണുന്നത് ഞങ്ങളുടെ മാമൻ. കാര്യമായ ദംഷറാട്സ് കളിയിലാണ് ഗൈസ്. കണ്ടേ, ഇവിടെ ഫൗള് കളി കളിച്ചോണ്ടിരിക്കുന്നത്. അമ്മ ഉറക്കത്തിൽ ഡംഷറാട്സ് കളിക്കുന്നു. ഈ വീഡിയോ ഞാൻ 2 ആയിട്ടാണ് ഇടാമെന്ന് വിചാരിച്ചത്. ഇത് Day 1 ആയിരുന്നു, ഇനി Day 2 വഴിയേ വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.